Hello, welcome to my video. ഞാൻ ജുറേജ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഇൻകം ടാക്സിൽ നോൺ റെസിഡൻറ്റ് ആരാണ്, നോൺ റെസിഡൻറ്റിന് ആപ്ലിക്കബിൾ ആയ പ്രൊവിഷൻസ് എന്താണ്, നോൺ റെസിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ബാധ്യത ഉണ്ടോ ഇല്ലയോ, അങ്ങനെ തുടങ്ങി വളരെ ബേസിക്കായ നോൺ റെസിഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇൻകം ടാക്സ് ലയബിലിറ്റി കണക്കാക്കുമ്പോൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം ഇൻകം ടാക്സ് ലയബിലിറ്റി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 3 കാറ്റഗറീസ് ആണുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി റെസിഡൻറ്റ്, രണ്ടാമത്തെ കാറ്റഗറി നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആൻഡ് മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് നോൺ റെസിഡൻറ്റ് എന്നുള്ളതാണ്. റെസിഡൻ്റ് ആണ് എങ്കിൽ ഇന്ത്യക്ക് അകത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിനും ഇന്ത്യക്ക് പുറത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിനും ടാക്സ് കൊടുക്കേണ്ടി വരും. അഥവാ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, രണ്ടാമത്തെ കാറ്റഗറി നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ് എങ്കിൽ റെസിഡൻറ്റിന് വരുന്ന അതേ പ്രൊവിഷൻസ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻകം പുറത്ത് നിന്ന് അക്രൂ ചെയ്യുന്ന ഇൻകം, ഇന്ത്യക്ക് പുറത്ത് നിന്ന് അക്രൂ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ബിസിനസ് പ്രൊഫഷന് അല്ലെങ്കിൽ വൊക്കേഷൻ ആണ് എങ്കിൽ, പുറത്ത് ചെയ്യുന്ന ബിസിനസ് പ്രൊഫഷൻ എന്തുമായിക്കോട്ടെ, പക്ഷെ അത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് എങ്കിൽ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി നോൺ റെസിഡൻറ്റിന് ഏതെല്ലാം ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇൻകം അക്രൂ ഓർ അറൈസ്, ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഈ കാറ്റഗറീസാണ് നോൺ റെസിഡൻറ്റിന് ഇന്ത്യയിൽ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം. ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സാമ്പിൾ ഞാൻ പിന്നീട് പറയും, അപ്പോൾ വ്യക്തമാവും. ഇനി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇൻകം ടാക്സിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ചില ആളുകൾ വന്ന് ചോദിക്കും, സാറേ എനിക്ക് NRI അക്കൗണ്ട് ഉണ്ട്, ഞാൻ നോൺ റെസിഡൻ്റ് അല്ലേ? അല്ലെങ്കിൽ ഞാൻ 2 മാസം അവിടെ വർക്ക് ചെയ്തിരുന്നു, ഞാൻ നോൺ റെസിഡൻ്റ് അല്ലേ? അങ്ങനെ ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഇതിന് 2 ടെസ്റ്റുകളാണുള്ളത്. NRI ആണോ റെസിഡൻ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്നാമത്തെ ടെസ്റ്റ്, അയാൾ 182 ഡേയ്സ് 182 ദിവസം ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ താമസിച്ച് കഴിഞ്ഞാൽ, 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ താമസിച്ച് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റായി. ഈ 182 ഡേയ്സ് നോക്കുന്നത് April 1 മുതൽ നെക്സ്റ്റ് ഇയർ 31 മാർച്ച് വരെ, അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയറിലാണ്. രണ്ടാമത്തെ ടെസ്റ്റ് ഇതാണ്, റെലവൻറ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ 60 ഡേയ്സ് ഇന്ത്യയിൽ താമസിച്ചു, പിന്നീട് തൊട്ടു മുമ്പിലത്തെ 4 വർഷത്തിൽ 365 ഡേയ്സ് ഇന്ത്യയിൽ താമസിച്ചു. രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. രണ്ടാമത്തെ ടെസ്റ്റിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റും കൂടി നോക്കണം. അപ്പോഴേ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് 60 ഡേയ്സ് റെലവൻറ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ താമസിച്ചു, അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ 4 വർഷം കൂടെ ടോട്ടലായിട്ട് 365 ഡേയ്സ് ഇന്ത്യയിൽ താമസിച്ച് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റായി. ഈ 2 ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ റെസിഡൻ്റ് ആയി കഴിഞ്ഞു. അയാളുടെ ഗ്ലോബൽ ഇൻകം ഇന്ത്യയിൽ ടാക്സബിളായി മാറി. അതുപോലെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിൽ ഒരു ക്രൂ മെമ്പറായിട്ട് പോവുകയാണെങ്കിലും, അതുപോലെ തന്നെ ഒരു പുറത്ത് സെറ്റിൽഡ് ആയ ഒരാൾ ഇന്ത്യയിലേക്ക് വിസിറ്റിന് വരികയാണെങ്കിലും 60 ഡേയ്സ് ലിമിറ്റ് നോക്കേണ്ടതില്ല, 182 ഡേയ്സ് ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. അഥവാ ഒന്നാമത്തെ ടെസ്റ്റ് മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പുറത്തു പോയി 182 ഡേയ്സ് എബോവ് ഇന്ത്യയിൽ നിന്നിട്ടില്ല ആ വർഷമെങ്കിൽ അയാൾ നോൺ റെസിഡൻ്റ് ആയി കഴിഞ്ഞു. ഇനി നോൺ റെസിഡൻറ്റിന് ഏതെല്ലാം ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, അയാൾക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമാണ് ടാക്സബിൾ ആകുന്നത്, പുറത്തു നിന്ന് കിട്ടുന്ന വരുമാനം ഇന്ത്യയിൽ ടാക്സബിൾ ആകുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ വരുമാനം എന്ന് പറയുമ്പോൾ പുറത്തു നിന്ന് ഉണ്ടാക്കിയ ഇൻകം അത് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇന്ത്യയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻകം ആകുന്നില്ല. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്തെല്ലാം ഇൻകമാണ് ഇന്ത്യൻ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചില എക്സാമ്പിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്,
ആ പ്രോപ്പർട്ടി അയാൾ എന്താക്കി, വിറ്റ് കഴിഞ്ഞാൽ അതിന് ലാഭം ഉണ്ടാവും. ഈ ലാഭം 2,50,000 കൂടിക്കഴിഞ്ഞാൽ, അഥവാ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട് 2,50,000, 2,50,000. ആ 2,50,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി അയാൾ വിൽക്കുന്നില്ല, അയാൾ എന്താക്കുകയാണ്, റെൻറ്റിന് കൊടുക്കുകയാണ്. ഒരു വീടുണ്ടാക്കി അയാൾ റെൻറ്റിന് കൊടുക്കുകയാണ്. അത് 2,50,000 കൂടുതലാണ് ഒരു വർഷത്തിലുള്ള വരുമാനമെങ്കിൽ ആ ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ഇന്ത്യയിൽ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അയാൾ നോൺ റെസിഡൻ്റ് ആയിക്കോട്ടെ, അയാൾ ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്ത് അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. മറ്റൊരു എക്സാമ്പിളാണ്, ഇന്ത്യയിലൊരു അസറ്റ് ഉണ്ട്, ആ അസറ്റിൻ്റെ മുകളിൽ കിട്ടുന്ന വരുമാനം. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ അയാൾ സർവീസ് ചെയ്തു, ഇന്ത്യയിൽ സർവീസ് ചെയ്തതിന് ഇവിടെ സാലറി കിട്ടി, ഇന്ത്യയിൽ സാലറി കിട്ടി. അപ്പോൾ ആ സാലറി ഇന്ത്യൻ ഇൻകമാണ്, ഇന്ത്യയിൽ ടാക്സ് ചെയ്യും. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് കമ്പനിയിലൊക്കെ ഷെയർ എടുക്കാറുണ്ട്. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഡിവിഡൻഡ് കിട്ടും, പ്രോഫിറ്റ്, ലാഭം എന്താക്കും, ആ ലാഭം നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇന്ത്യൻ ഡിവിഡൻഡ് ആണെങ്കിൽ അതിന് ഇന്ത്യൻ ഇൻകമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് നോക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ചില പ്രാക്ടിക്കൽ ടിപ്സ്, ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് അറൈവൽ എന്താണ്, ഇന്ത്യയിലുള്ള ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതും ഒരു ദിവസമായി കൂട്ടും. പിന്നെ വരുന്നത്, ഈ പാസ്പോർട്ടിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ ഡേറ്റാണ് നോർമലി പ്രൂഫായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. അത് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പാസ്പോർട്ടിൽ പ്രിൻ്റ് ചെയ്യുന്ന ഡേറ്റ് ക്ലിയർ ആണോ എന്ന്, വിസിബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.